പത്തനംതിട്ടയിൽ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഒരു വത്സല 64 വയസ്സുള്ള ഒരു സ്ത്രീ, അവർ 8/1/2023 അവിടെ പനിയൊക്കെ ആയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അവർക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു. ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് അവർ ഡിസ്ചാർജ് ചെയ്ത് പോയി. എന്നാൽ കഴിഞ്ഞ 19-ാം തീയതി അവർ വീണ്ടും ആ ഇഞ്ചക്ട് ചെയ്ത ഭാഗത്ത് വളരെ പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നു. പരിശോധിച്ചപ്പോൾ ഒരു സൂചി അവിടെ ഭദ്രമായിരിക്കുന്നുണ്ട്. അപ്പം അത് പുറത്തെടുക്കാൻ നോക്കിയെങ്കിലും പകുതി മാത്രമേ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു CT സ്കാൻ കൂടെ കഴിഞ്ഞിട്ട് അതിങ്ങനെ പൊടിഞ്ഞു പോവാണ്. ഇത്രയും വർഷം ഇരുന്നതുകൊണ്ട് നീഡിൽ പുറത്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോവാണ്. അപ്പോൾ പകുതി ഭാഗം പുറത്തെടുത്തു. ഇനി CT സ്കാൻ കൂടെ നടത്തിയതിന് ശേഷം മാത്രമേ അത് ബാക്കി ഭാഗം പുറത്തെടുക്കാൻ കഴിയുള്ളൂ. ഇപ്പം മെഡിക്കൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞത് 2023 ശേഷം ചിലപ്പോൾ അവർ മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ചികിത്സയ്ക്ക് പോയോ, അങ്ങനെയാണോ ഇത് നീഡിൽ അവിടെ കുടുങ്ങിയത്. അതുകൊണ്ട് സംശയത്തിൻ്റെ ഒരു ആനുകൂല്യം നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ അത് ഞാൻ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. DMOനോട് അന്ന് ബന്ധപ്പെട്ട ഇഞ്ചക്ഷൻ നടത്തിയ നഴ്സുകാരായിരുന്നു. അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവർക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടെ അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല.